മറ്റു വാർത്തകളിലേക്ക് പാലക്കാട്ടെ SFI മാർച്ചിനിടെ പോലീസിനെതിരെ കൊലവിളി പ്രസംഗം. SFI ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ച പോലീസുകാരെ വീട്ടിൽ കയറി ആക്രമിക്കുമെന്ന് SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വിപിൻ ഭീഷണിപ്പെടുത്തി. പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരും വിലാസവും പറഞ്ഞാണ് കൊലവിളി ഉണ്ടായത്. സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സച്ചിൻ, എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി, ജലബീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇവിടെ കൊലവിളി പ്രസംഗത്തിലേക്ക് SFI കടക്കുകയാണ്. രുചീഷെ, നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് SFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് SFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. വിപിനാണ് ഇത്തരത്തിലൊരു കൊലവിളി പ്രസംഗം നടത്തിയത്. അത് പ്രധാനമായും UDF, അതായത് പാലക്കാട് UDF വിജയിച്ച ആഹ്ലാദ പ്രകടനം നടക്കുമ്പോൾ CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണമുണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ വെച്ച് SFIയുടെ ഏരിയ സെക്രട്ടറി നിഖിൽ അടക്കമുള്ള SFI പ്രവർത്തകരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. ഇതിനെതിരെയാണ് പോലീസിനെതിരെ SFI രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ ആക്രമിച്ച പോലീസുകാരുടെ പേരടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിപിൻ്റെ പ്രസംഗം ഉണ്ടായിട്ടുള്ളത്. വീട്ടിൽ കയറി തല്ലുമെന്ന തരത്തിലുള്ള ഒരു കൊലവിളി പ്രസംഗം തന്നെയാണ് വിപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും യൂണിഫോം അല്ലാത്ത സമയത്ത് സാധാരണ പൗരൻ മാത്രമാണ് ഈ പോലീസുകാർ. അതിനാൽ തന്നെ വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി സമ്മതിക്കില്ല എന്ന കാര്യമാണ് ഓരോ പോലീസുകാരനെയും, അതായത് പ്രസംഗം ഒന്ന് കേൾക്കാം. ഇവിടുത്തെ പോലീസുകാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോ കഴിഞ്ഞ ദിവസമാണല്ലോ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെട്ട്, ആ ഭരണം നഷ്ടപ്പെട്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ തങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് കോമ്പൗണ്ടിൽ കയറി SFIയുടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ തല്ലിയിട്ടുള്ള പോലീസുകാരുണ്ട്. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, ഞങ്ങൾ ഇതിനു മുമ്പിൽ നിൽക്കണം എന്നുള്ളതാണ് തീരുമാനിച്ചത്. ഞങ്ങളുടെ സമരം അതിനകത്തേക്ക് കയറ്റണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തീരുമാനിച്ചിട്ടാണ് വന്നത് എങ്കിൽ ഈ നിങ്ങൾ കെട്ടിയ ബാരിക്കേഡുകൾ നടുറോട്ടിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെ തന്നെ പുറത്തുള്ള പോലീസുകാരും കിടക്കും, പുറകുവശത്തുള്ള പോലീസുകാരും കിടക്കും. ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല. ഞങ്ങളെല്ലാം ഇതെല്ലാം ത്യാഗം ചെയ്യുന്നതിന് വേണ്ടി തന്നെ തീരുമാനിച്ചിട്ടുള്ള ആളുകളാണ്. ഞങ്ങളെ കാണുമ്പോ, SFIക്കാരെ കാണുമ്പോ ലാത്തി കൊണ്ട് തല്ലണം എന്ന് തീരുമാനിച്ച കുറച്ച് പോലീസുകാരുണ്ട്. നിങ്ങളുടെയൊന്നും വീടുകൾ അമ്പിളിമാമന്റെ അരികത്തല്ല എന്നുള്ളത് പോലീസുകാരാ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങളുടെ ശരീരം നോവുന്നത് പോലെ തന്നെ നിങ്ങളുടെ ശരീരവും നോക്കും. ഞങ്ങളുടെ ചോര വരുന്നത് പോലെ തന്നെ നിങ്ങളുടെ ചോരയും വരും. യൂണിഫോം ഇട്ട പോലീസുകാരെ തല്ലിയാലാണ് പോലീസിനെ തല്ലി എന്നുള്ള കേസെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലെങ്കിൽ പോലീസിനെ തല്ലി എന്ന കേസെടുക്കാനും പറ്റില്ല എന്നുള്ളത് പോലീസ് മനസ്സിലാക്കിക്കോ. ഞങ്ങളെ തല്ലിയവരെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നല്ല നിശ്ചയദാർഢ്യമുണ്ട്. ഒരുത്തന്റെ പേര് മനീഷ്, അവന്റെ വീട് ചമ്പ. മറ്റൊരുത്തന്റെ പേര് അജീഷ്, അവന്റെ വീട് പുതുപ്പരിയാരം. മറ്റൊരുത്തന്റെ പേര് സുനില്, അവന്റെ വീട് കുത്തനൂര്. എന്തായാലും ഇത്തരത്തിൽ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വിപിന്റെ പ്രസംഗം ഉണ്ടായത്. പോലീസുകാരെ വീട്ടിൽ കയറി തല്ലും, ഇതുപോലെ തന്നെയാണ് പോലീസിന്റെ സമീപനം എന്നത് എങ്കിലാണ് ഇന്ന് വിപിൻ പ്രസംഗിക്കുകയാണ് ഇപ്പോൾ.